അപ്പോൾ ഇന്ന് നമുക്കേ ഒരു പുഴുക്ക് പുഴുങ്ങിയാലോ. അപ്പോൾ എന്നും ദോശ, ഇഡ്ഡലിയും ചപ്പാത്തിയും ഒക്കെയാണ്. അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസമില്ല, രാവിലെ ഞാൻ ഓർത്തിട്ട് പുഴുക്ക് പുഴുങ്ങാമെന്ന്. ആർക്കും ഒന്നും രാവിലെ ഒന്നും പോകണ്ടല്ലോ. അപ്പം മഴയാണ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ നമുക്ക് ഇച്ചിരി കപ്പയും ഇച്ചിരി മധുരക്കിഴങ്ങും ഒരു ചേമ്പും കൂടെ, ഇത് മൂന്നും കൊണ്ടിട്ട് നമുക്കൊരു പുഴുക്ക് രാവിലെ പുഴുങ്ങാം. അപ്പോൾ കപ്പ ഞാൻ കഷ്ണമാക്കി വെച്ചേക്കുന്നു, ചീമച്ചേമ്പുണ്ട്, മധുരക്കിഴങ്ങുണ്ട്. ഇത് മൂന്നും കൊണ്ടിട്ടാണ്. അതിന് വേണ്ടി നമുക്കൊരു ഇഡ്ഡലി പാത്രം തട്ടി നമുക്ക് വെള്ളം അടപ്പിൽ നമുക്ക് വിറകടപ്പ വെച്ച് വേവിച്ചെടുക്കാം. ഗ്യാസിലൊക്കെ നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവാണ്. അതുകൊണ്ട് നമുക്ക് അടപ്പയെ വെച്ച് വിറകടപ്പയെ വെച്ച് നമുക്ക് വേവിക്കാം. ഉണക്കമീനാണ് ഇത് കേട്ടോ. ഞാൻ ചൂട് അടുപ്പിൻ്റെ പുറകെ ഇട്ടേക്കുവാണ് അഴുക്കാകാതിരിക്കാൻ വേണ്ടി. പുഴുക്ക് പുഴുങ്ങാനായിട്ട് ഞാൻ രാവിലെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചേക്കണ്ട. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് വെള്ളം വയ്ക്കുന്നത്. അതിനകത്ത് നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി കഴുകി വെച്ചേക്കുന്ന ഈ ഐറ്റം നമുക്ക് ഒന്നിട്ട് കൊടുക്കാം. ഇത് 2 ചേമ്പ് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്, ഒരു കൂട്ടം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചിരണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക. ഇത് നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിനകത്തോട്ട് നമുക്കിട്ട് കൊടുക്കാം. ഈ തിളയ്ക്കുന്ന വെള്ളത്തിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ചേമ്പ് ഒന്നിട്ട് കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷമേ നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാവൂ. കാരണം വേവ് പല 3 ടൈപ്പ് വേവാണ് കേട്ടോ. ആദ്യം നമുക്ക് ചേമ്പിട്ട് കൊടുത്ത് അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. നമുക്ക് പുഴുക്കിന് ഇച്ചിരി ഉണക്കമീനും ആയാലോ. നമുക്ക് ഉണക്കമീൻ വറക്കാം ഇച്ചിരി പുഴുക്കിന് വേണ്ടി. നമുക്ക് കുട്ടനും ഉലുവ മീനും കൂടെ ഒന്ന് വറക്കാം. കപ്പ പുഴുക്കിന് ഏറ്റവും നല്ലതാണ് മീൻ. ഉപ്പ് കളയാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കണം. നമുക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് കളഞ്ഞെടുക്കണം. തിളച്ചു. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്നിച്ചങ്ങിട്ടാൻ കൊടുക്കാം. കപ്പയും മധുരക്കിഴങ്ങും കൂടെ നമുക്ക് അരച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. തൈര് ചമ്മന്തി, മുളക് ചമ്മന്തി, ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണക്കമീനൂടെ വറുത്തെടുക്കാം. ഉണക്കമീൻ ഞാൻ വെട്ടി റെഡിയാക്കി ഉപ്പെല്ലാം കളഞ്ഞ് വെച്ചേക്കുവാണ്. ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, അപ്പം കപ്പയും ചേമ്പും മധുരക്കിഴങ്ങും പുഴുങ്ങി ഞാൻ റെഡിയാക്കി. അപ്പോൾ ഞാൻ ചൂടോട് കഴിക്കണം. ചൂടോട് കഴിച്ചിട്ട് ഇതിന് രസമുള്ളൂ കേട്ടോ. ഉണക്കമീൻ വറുത്തതുണ്ട്, തൈര് ചമ്മന്തിയുണ്ട്, കാന്താരി ചമ്മന്തിയുണ്ട്, പാവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്.